ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് കുറച്ച് മേടിക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും ഡ്രസ്സ് കൂടുതലും മേടിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. മീഷോന്നും വാങ്ങാറുണ്ട്, പക്ഷേ അഫോർഡബിളും ക്വാളിറ്റി വൈസും ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടാണ്. എനിക്ക് വീട്ടിലിടാനുള്ള 2 പലാസോ ആൻഡ് 2 ടീഷർട്ട്, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടുമാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങാൻ പോകുന്നത്. ആൻഡ് ഓൾറെഡി എനിക്കുണ്ട് ഞാനിതിൽ നിന്ന് ഓൾറെഡി ക്രീപ്പ് പലാസോയും ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഓവർ സൈസ് ടീഷർട്ടും വാങ്ങിയിട്ടുണ്ട്. അത് ലാസ്റ്റിങ്ങുമാണ്, അതുകൊണ്ടാണ് വീണ്ടും വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ക്രീപ്പ് പലാസോ ഫോർ വുമൺ എന്നാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ ക്രീപ്പ് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ് ഗൈസ്. അധികം ചീത്തയൊന്നും ആവത്തില്ല, കളർ മങ്ങത്തില്ല, ആൻഡ് എലാസ്റ്റിക് പെട്ടെന്നൊന്നും വലിയത്തില്ല. ഇത് എലാസ്റ്റിക്കാണ് ഇതിൻ്റെ പലാസോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു കോട്ടൺ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കോട്ടൺ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ചീത്തയായപ്പോൾ കീറിയും പോയി. അപ്പോൾ ക്രീപ്പാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ആൻഡ് നമ്മൾ കുറച്ച് ഡാർക്ക് കളേഴ്സ് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളേഴ്സ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അഴുക്ക് പറ്റിയാലും ഒന്നും ഇടത്തില്ല. അപ്പം നമ്മൾ ഓഫീസ് ഗോയിങ് ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ മാറ്റിയിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി ഇടും, പിന്നെ കഴിഞ്ഞ് രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നനയ്ക്കാനിടും. അപ്പം നമുക്ക് അല്ലാതെ വേറെ അഴുക്കൊന്നും ഇതിൽ പറ്റുന്നില്ല. കൂടുതലും ഒരു ഏപ്രണും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ വേർപ്പിൻ്റെ ഒരു ഇത് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഞാൻ ഇത് രണ്ടുമാണ് സെലക്ട് ചെയ്തത്. 333 കുറച്ച് ലാസ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ക്രീപ്പിൻ്റെ വാങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓവർ സൈസ് ടീഷർട്ട്. അപ്പോൾ എൻ്റെ ഓവർ സൈസ് ടീഷർട്ട് വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സ്ട്രാ സൈസ് വാങ്ങരുത്. ഇപ്പം നിങ്ങളുടെ സൈസ് XL ആണെങ്കിൽ XL തന്നെ വാങ്ങാൻ നോക്കണം, ഡബിൾ XL വാങ്ങരുത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. എൻ്റെ സൈസ് XL ആണ്. ആക്ച്വലി എനിക്ക് ലാർജ് ഫിറ്റിനാവും, പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ ലൂസ് കൈൻഡ് ഓഫ് ഡ്രസ്സസാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ XL വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീഷർട്ട് ആയതുകൊണ്ട് ഞാൻ ഡബിൾ XL വാങ്ങി. അപ്പോൾ ഓവർ സൈസ്ഡ് ആയപ്പോൾ ഭയങ്കര ലൂസായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഓവർ സൈസ്ഡ് ഇപ്രാവശ്യം XL തന്നെയാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. അതാകുമ്പോൾ കറക്റ്റ് ലൂസ് ഫിറ്റിൽ കിടക്കും. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ഒരെണ്ണവും ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നോക്കി കുറേ ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കി. സ്റ്റേ ഗ്രൂവിയുടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഈ വൈറ്റും ഈ ബ്ലാക്കുമാണ് ഞാൻ സെലക്ട് ചെയ്തത്, അത് രണ്ടും. പിന്നെ എൻ്റെ കാർട്ടിൽ ഓൾറെഡി ഒരു ഷോർട്ട് ടോപ്പ് കിടക്കുന്നുണ്ടായിരുന്നു ഓഫീസിലോട്ട് ഇട്ടുകൊണ്ട് പോകാൻ. സമ്മർ ആയതുകൊണ്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ചതാണ്. പക്ഷേ സമ്മർ ഏതാണ് കഴിയാറായി. പക്ഷേ ഐ ലൈക്ക് ദാറ്റ് ടോപ്പ്, അതുകൊണ്ട് അതും കൂടെ ഞാൻ കാർട്ടിലിട്ടു. ഈ കാർട്ടിലിട്ട് വെച്ചേക്കുന്നതിന് ലെങ്ത്ത്, എനിക്ക് ഹൈറ്റ് ഉണ്ട്, 179 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ ഷോർട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ വൈറ്റ് പലാസോ ഇപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വെച്ചു. ഇത് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം. എനിക്ക് ഉണ്ടായിരുന്ന ഒരെണ്ണം ചീത്തയായിപ്പോയി ഗൈസ്, അതുകൊണ്ട് അത് വാങ്ങണം. ഒരെണ്ണം വാങ്ങണം. ഇൻ ഫ്യൂച്ചർ വാങ്ങുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഉണ്ട് ലെഗിങ്സോ വേറെ ബ്ലാക്ക് പലാസോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ വേറൊരു കളർ ഷെയ്ഡായിട്ടുള്ള മാക്സി ഡ്രസ് എൻ്റെ കയ്യിലുണ്ട്, ഒരു ഓറഞ്ച് കളർ. അത് വളരെ അടിപൊളിയാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരിക്കൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഓറഞ്ച് കളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിത് പിന്നെ സേഫ് ഫോർ ലേറ്റർ ഇട്ട് വെച്ചിട്ട് ഈ പ്രോഡക്റ്റ്സാണ് ഞാൻ പേ യൂസിങ് സൂപ്പർ കോയിൻസ്. നമ്മൾ ഒത്തിരി വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സൂപ്പർ കോയിൻസ് കിട്ടും. ഇപ്പോൾ ആക്ച്വലി കുറവാണ്, എനിക്ക് 100 കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ.